ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഓൾ ഇന്ത്യ പോകുന്ന എക്സ്പൾസാണിത്. അപ്പോൾ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള ലഗേജ് ക്യാരിയർ പോലെയുള്ള സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ. ഇതിൽ ലഡാക്ക് ക്യാരിയർ, അതുപോലെ തന്നെ സാഡിൽ സ്റ്റേ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. ഇതിൻ്റെ ഓണർ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ആളാണിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ടോപ്പ് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ആളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഈ ടോപ്പ് ബോക്സിലും പിന്നെ ഇവിടെ ബാഗിലുമായിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആൾക്കൊരു ജെറിക്കാൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പെട്രോള് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊരു ജെറിക്കാൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കുള്ള ജെറിക്കാനല്ല, ഒരു സാധാരണ ക്യാനാണ് നമ്മളിതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഒരു സൈഡിലായിട്ടാണ് ക്ലാമ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് സാഡിൽ സ്റ്റേ വെക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മച്ചാനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ആൾ കൂടെ ഉണ്ട്, നമുക്ക് ആളോട് സാഡിൽ സ്റ്റേ എന്താ വെക്കാത്തതെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് ഇത്രയും തള്ളി പുറത്തേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ സാഡിൽ സ്റ്റേ വരുമ്പോഴത്തേക്കും ഇത്രയും തള്ളിയായിരിക്കും സാഡിൽ സ്റ്റേ നിൽക്കുന്നത്. അപ്പോൾ അത് കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മൾ വണ്ടി മാനുവർ ചെയ്യുമ്പം ഓവറായിട്ട് സാഡിൽ ബാഗ് രണ്ടിടത്തേക്കും കിടക്കുമ്പം അത് ഓടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ടെയിൽ ബാഗ് വെക്കുകയാണെങ്കിൽ പോലും സൈലൻസറിൻ്റെ മേളിൽ വന്നിരിക്കും. അപ്പോൾ ഈ ഹീറ്റ് ഒത്തിരി ലഗേജിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ലഗേജസും മൊത്തം ടോപ്പിൽ തന്നെ തീർക്കുവാണ്. എന്നിട്ട് ഇവിടെ മാത്രം ഒരു ജെറിക്കാൻ. അപ്പോൾ നോക്കിയപ്പം ഹിമാലയൻ്റെ പോലെ ടാങ്ക് സൈഡിൽ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഇതിന് ജെറിക്കാൻ മൗണ്ട് ചെയ്യാൻ. ക്രാഷ് ഗാർഡിൽ അത്ര പോസിബിൾ അല്ല, മറിഞ്ഞു വീഴുമ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അപ്പം ഇതഴിച്ചിട്ട് ഇവിടെ ഒരു 5 ലിറ്ററിൻ്റെ ജെറിക്കാൻ സെറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൽ ചെയ്യണമെന്നും അതുപോലെ ക്ലാമ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് കവർ, അതായത് ഈ സൈഡ് കവറിൻ്റെ അവിടെ ഒരു എക്സ്ട്രാ 2 ബോൾട്ട് വരുന്നൊരു യൂണിറ്റ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇതിൽ നിന്ന് ഊരിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ 6mm 2 ബോൾട്ട് ഇടാനുണ്ട്, 4 ബോൾട്ട് ഇടാനായിട്ടുള്ളൊരു ക്ലാമ്പുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു ജെറിക്കാനിരിക്കുന്ന രീതിയിൽ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മളപ്പം ഒരു 3mm ഫ്ലാറ്റ്, അതായത് 1 ഇഞ്ച് വീതിയും 3mm തിക്നെസ്സുള്ള ഫ്ലാറ്റാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ കണ്ട 6mm ഹോളിൻ്റെ അളവിൽ തന്നെ ബോൾട്ട് കയറാവുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തു. ആ ബോൾട്ടിന് ഇടാവുന്ന രീതിയിൽ 6mm ഹോള് നമ്മളിട്ടു. എന്നിട്ട് ആ ഒരു പട്ടയിലാണ് നമ്മൾ ഈ ജെറിക്കാൻ വെക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പിടിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ മുകളിൽ 2 ബോൾട്ടും പിന്നെ താഴത്ത് ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ ഒരു ബോൾട്ടിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഏകദേശം ഫുൾ ടാങ്ക് അതിൽ ഇന്ധനം അടിച്ചാലും വൈബ്രേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ആണ് നമ്മളിതിലിപ്പോൾ ക്ലാമ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിത് പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഓടിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കും അസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ പോലെ തന്നെ വണ്ടികളിൽ യാത്ര ചെയ്യാം, ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം മറിഞ്ഞു വീണാലും ക്യാരിയർ ഉള്ളതുകൊണ്ട് ഇതിൽ കേടുപാടുകളൊന്നും വരാത്ത രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രൊജക്ഷൻ പുറത്തേക്കില്ല. അപ്പം മറിഞ്ഞു വീണാൽ കൂടെ ക്രാഷ് കാർഡിൽ അത് തട്ടി നിന്നോളും. ഓക്കെ, അപ്പം ഉടനെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ അതൊരു ഇലക്ട്രിക് ജീപ്പാണ്, അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന 14-ാം തീയതി, അതായത് ഡിസംബർ 14-ാം തീയതി ആൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ആളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആളുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറി കാണാവുന്നതാണ്.